നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനം. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിന്റെ പിതാക്കന്മാരായ അബ്രഹാത്തിനും ഇസഹാക്കിനും യാക്കോബിന് നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, പക്ഷേ നമ്മൾ ഓടുന്നതൊക്കെ ഇങ്ങനെ കണ്ണെത്താതെ കാണുന്ന ഒക്കെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ നേടാൻ വേണ്ടി, പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ളൊരു പോക്കാണ്. രോഗം മാറണം, കടം മാറണം, പ്രശ്നങ്ങൾ മാറണം. പ്രാർത്ഥനകളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിക്കുക. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, വെറും വാക്കിലല്ല, തമ്പുരാനോടുള്ള നമ്മുടെ സ്നേഹമെന്ന് പറയുന്നത് നെഞ്ചിനകത്തിന്ന് 100% സത്യസന്ധമായിട്ട് ഉണ്ടാകണമെന്നാണ്. ആത്മാർത്ഥതയുള്ള സത്യസന്ധമായൊരു സ്നേഹം ദൈവത്തോട് നമുക്കുണ്ടാകണം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. വചനം വായിച്ച്, വചനം ഗ്രഹിച്ച്, വചനം ഭക്ഷിക്കുന്നവരായിട്ട്, വചനത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്ന, ജീവിതം ക്രമീകരിക്കുന്ന, വചനം ജീവിക്കുന്ന വ്യക്തികളായിട്ട് ഞാൻ നിങ്ങൾ മാറണം. 3ാമത്തെ കാര്യം, പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് വരാം. പക്ഷെ വഴിയിൽ ഉപേക്ഷിക്കരുത്. വിട്ടുപിരിയാതെ എപ്പോഴും എല്ലാ സാഹചര്യത്തിലും കൂടെ ഉണ്ടാകണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പക്ഷെ പലപ്പോഴും കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയില്ല, ദൈവമില്ല, വിശ്വാസം ഇല്ലാത്തൊരു രീതിയാണ് സാധാരണ. അങ്ങനെയല്ല. നമ്മുടെ കാര്യങ്ങൾ സാധിച്ചാലും ഇല്ലെങ്കിലും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്തു തന്നാലും ഇല്ലെങ്കിലും, ഞാൻ എൻ്റെ തമ്പുരാനോട് എത്രമാത്രം സ്നേഹത്തിലും വിശ്വാസത്തിലും വിശ്വസ്തതയിലുമാണ്. ശരിയായ ദൈവവിശ്വാസം എന്ന് പറയുന്നതല്ല, ദൈവത്തോടൊത്തുള്ള, ദൈവത്തോട് കൂടെയുള്ള വാസം. ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഗാഢമായ ബോധ്യത്തോടു കൂടിയുള്ള ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരേണ്ടത് തന്നെയല്ലേ. അതോ പണത്തിനോ പ്രതാപത്തിനോ ലോകത്തിലെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടിയോ നേട്ടങ്ങളുടെ മുകളിൽ നിന്നിട്ടുള്ള ഒരു വിശ്വാസവും സ്നേഹത്തിൻ്റെയൊക്കെ അപ്പുറം ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തപ്പോഴും, യാതൊരു പ്രതീക്ഷകളും മുമ്പിലില്ലാത്തപ്പോഴും ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഒരു പ്രതീക്ഷയില്ല, ഒരിക്കലും യാതൊരു വിധത്തിലുള്ള സാധ്യതകളും ഇല്ലാതിരിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സാധ്യത ഉണ്ടാകുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയിൽ ദൃഢമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയിലും വിശ്വസ്തയിലൊക്കെ ജീവിക്കാനായിട്ട്, നിത്യജീവൻ അവകാശമാക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൽ ആശ്രയിച്ച് പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും അങ്ങേ ഉപേക്ഷിക്കാതെ ദൈവികമായ സമാധാനവും ദൈവമായ കൃപയും ഞങ്ങൾക്ക് അനുഭവിക്കാൻ, ആ കൃപയിൽ ഞങ്ങളായിരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് മാനസികമായ വെല്ലുവിളി നേരിടുന്ന, മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള വ്യക്തികളെയൊക്കെ ഞങ്ങളതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ദുരിതത്തിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു. ആരും തുണയില്ലാത്ത, ആരും ആശ്രയമില്ലാത്തവരൊക്കെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പോൾ നീ അവരെല്ലാം ഏറ്റെടുക്കണം. നീയാണ് വൈദ്യനും മരുന്നും എല്ലാം. നീയാണ് സർവശക്തൻ. നിനക്ക് അസാധ്യം ഒന്നുമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ. നിൻ്റെ കൃപയാലും നിൻ്റെ സ്നേഹത്താലും നിറയ്ക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.